ചിക്കനും മുട്ടയും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലൊരു പാസ്ത റെസിപ്പി നോക്കാം. അതിനായിട്ട് പാസ്ത വേവിക്കാനുള്ള വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. 2 കപ്പ് പാസ്തയാണ് ഇട്ടിട്ടുള്ളത്. പാസ്ത നന്നായിട്ട് വെന്ത് വന്നാൽ വെള്ളത്തിൽ നിന്നും ഊറ്റിയിട്ട് നമുക്ക് മുകളിലൂടെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ആകുമ്പോൾ 1/4 കപ്പ് വീതം സവാള, ക്യാപ്സിക്കം, സ്വീറ്റ് കോൺ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത്. മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തിക്കായിട്ട് വരും. ആ സമയത്ത് ഈ സോസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. സോസ് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് 2 സ്ലൈസ് ചീസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത കൂടി ചേർത്താൽ പിന്നെ നന്നായിട്ട് ഇത് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് അടിപൊളി ടേസ്റ്റ്. അതുപോലെ തന്നെ മുകളിൽ കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇഷ്ടമാവുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.